അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കോമാട്ടുചാലിൽ അദ്ദൂൻ്റെ പ്രസംഗം വർഷങ്ങൾക്ക് മുമ്പ് സുൽത്താനുൽ ഉലമയോടൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് പറഞ്ഞ ഒരു പ്രസംഗം കേട്ട് നോക്കുമ്പോൾ അത് വല്ലാത്തൊരു സംഭവം തന്നെയാണ്. പിന്നീട് എ.പി. ഉസ്താദിനെ അവൻ പറഞ്ഞുകൂടാത്തതൊന്നുമില്ല. അവൻ്റെ നൗഷാദും പമ്പേസും കുഞ്ഞഹമ്മദും ഒക്കെ എന്തൊക്കെ പറയുന്നു, കടന്ന് പറയുന്നുണ്ട്. ഏതായാലും ആദ്യം ഇവൻ പറയുന്നതൊന്ന് കേട്ടു നോക്കാം നമുക്ക്, എന്നിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാനുണ്ട് ആ വിഷയത്തിൽ. മഹാനായ ശൈഖുനാ വ സയ്യിദുനാ താജുൽ ഉലമ സയ്യിദ് അവർകൾ, ശൈഖുനാ സുൽത്താനുൽ ഉലമ എ.പി. ഉസ്താദ് അവർകൾ, ഈ മഹാന്മാരുടെ നിലപാട് ഇവരെ നമുക്ക് ഏൽപ്പിച്ചു തന്ന മഹാനരായ ശൈഖുനാ ഖുതുബുൽ ആലം ഷെയ്ഖ് മുഹമ്മദ് അബീബക്കർ മടവൂരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. നോക്കാണ് നിങ്ങൾ പറയുന്നത് കേട്ടങ്ങൾ. സുൽത്താനുൽ ഉലമ ഉസ്താദിനെയും താജുൽ ഉലമയെയും ഏൽപ്പിച്ചു കൊടുത്തത്, പറഞ്ഞു കൊടുത്തത് ആരാണ്? മഹാനായ മടവൂര് CM വലിയുല്ലാഹിയാണ്. CM വലിയുല്ലാഹിയാണ്. തിരുത്തി പറയാൻ CM വലിയുല്ലാഹി നിന്നിട്ടില്ല, വഫാത്തായി പോയിട്ടുണ്ട്. അപ്പോൾ CM വലിയുല്ലാഹിയാണ് കാന്തപുരവും താജുൽ ഉലമയും ഹക്ക് എന്ന് പറഞ്ഞു കൊടുത്തത്. എന്നിട്ട് ബാക്കി പറയട്ടെ. നിങ്ങൾക്കൊക്കെ അറിയാം, സമസ്തയിൽ വിഷമുണ്ടായ സമയത്ത് മഹാനായ താജുൽ ഉലമ സയ്യിദുകൾ ചെന്നപ്പം, സമസ്തയിൽ വിഷമുണ്ടായ സമയത്ത് താജുൽ ഉലമ സയ്യിദ് അവറുകൾ മഹാനായ CM വലിയുള്ളാന്റെ അടുക്കൽ ചെന്നപ്പോൾ ഖുതുബുൽ ആലം പറഞ്ഞത്, അൻത അലൽ ഹഖ്, നിങ്ങളെ ഹഖിന്റെ കൂടെയാണ്, ഹഖിലാണ്, അതിൽ തന്നെ അടിയുറച്ചു നിൽക്കണം. എന്താ മടവൂര് പറഞ്ഞത്? അൻത അലൽ ഹഖ്, നിങ്ങൾ ഹക്കിന്റെ കൂടെയാണ്, നിങ്ങൾ അതിൽ തന്നെ അടിയുറച്ചു നിൽക്കണം എന്നാരാ പറയുന്നത്? മഹാനായ മടവൂര് CM വലിയുല്ലാഹി. ഇനി കോമാട്ടുചാലിൽ അദ്ദൂന്റെ വാപ്പ ചെന്നപ്പോൾ വാപ്പാനോട് പറഞ്ഞു കൂടി കേട്ടോക്കി. എന്റെ വാപ്പ അതേപോലെ കുറച്ച് പ്രധാനപ്പെട്ടവരുടെ സുഹൃത്തുക്കളൊക്കെ അന്നത്തെ കാലത്ത് ഷെയ്ഖുനാന്റെ അടുത്ത് ചെന്നപ്പം ഇങ്ങനെ പ്രശ്നം ഉണ്ടായാലോ, ഷെയ്ഖുന പറഞ്ഞത്, ദീനിന്റെ കാര്യം നോക്കാൻ ഏപ്പിനെയും കുഞ്ഞിക്കോയ തങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ട്, അവരോടൊപ്പം കൂടിക്കോളൂ. ഷെയ്ഖുനാ ഖുതുബുൽ ആലം ഷെയ്ഖ് മടവൂർ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. കൂട്ടരെ മനസ്സിലാക്കിക്കോളിയും. ഇയാള് പറയാണ്, ഇയാളെ വാപ്പയും കുറച്ച് കാര്യപ്പെട്ട ആളുകളും മഹാനായ മടവൂരിൻ്റെ അടുത്ത് ചെന്നപ്പോൾ മടവൂര് പറയാത്തരെ, ദീനിൻ്റെ കാര്യം നോക്കാൻ വേണ്ടിക്കൊണ്ട് ഞാൻ ഏപ്പിനെയും കുഞ്ഞിക്കോയെ തങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ അവരൊപ്പം കൂടിക്കോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? മഹാനായ മടവൂര് വഫാത്തായും പോയിട്ടുണ്ട്. എന്നിട്ടാണ് ഇവരുടെ ഇപ്പോഴത്തെ കളി. എന്തുകൊണ്ടേ സംഭവിച്ചത്? ഇവരുടെ ഈ കോമാളിത്തരം സമസ്തയിൽ പറ്റൂല എന്ന് തീരുമാനിച്ചു. അത് മാത്രം ഉണ്ടായ പ്രശ്നമുള്ളൂ, വേറൊരു പ്രശ്നമല്ല. ഇവരുടെ ഈ അഭിനയം, ഷെയ്ഖ് കെട്ടിയ അഭിനയം, ആ അഭിനയം ദീനിന് പറ്റൂല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതൊന്നുമില്ല. ഇയാൾ വല്ല കുത്തുബിയത്തിലൊക്കെ പങ്കെടുത്താൽ ലൈറ്റാണ് ഓഫാക്കുക. ഒരാൾ എന്നോട് പറയാം, ലൈറ്റ് ഓഫാക്കിയിട്ട് നല്ല ഊതിൻ്റെ സ്പ്രേയാണ് അടിച്ചാൽ തരേ മേലെ കൂടി, എന്നിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് നിർത്തി 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 ഷെയ്ഖ് ഹാദറായിക്കണേ, മൊയ്തി ഷെയ്ഖ് വന്നിക്കണേ, മൊയ്തി ഷെയ്ഖ് വന്നിക്കണേ എന്നറിയാം, കടന്നു ചാവുക. അതാണ് നല്ല വാസന വരുന്നുണ്ട്, കസ്തൂരിൻ്റെ വാസന വരുന്നുണ്ട്, ഊതിൻ്റെ വാസന വരുന്നുണ്ട്. അപ്പം ഈ ഹൈവാൻ കാട്ടണം എന്താ തരേ, ഈ ലൈറ്റ് ഓഫ് ആക്കിയ സമയത്ത് സ്പ്രേ അടിച്ചേത്രേ. ഇതെന്നോട് ഒപ്പം നിന്നീന ഒരാൾ പറഞ്ഞതാണ്, ഒരു കഥ പറഞ്ഞ. അപ്പം ഈ ആദ്യ കോപ്പറേറ്റീവ് കാട്ടാൻ സമസ്തക്ക് താല്പര്യമല്ല, അത് പറ്റൂല, അത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയിട്ട് സമസ്ത എന്ത് ചെയ്തു? എടുത്ത് വലിച്ചെറിഞ്ഞപ്പോഴല്ലേ കാന്തപുരം ഉസ്താദും കാന്തപുരം വിഭാഗവും തെറ്റായി പോയത്. ഇനി നൗഷാദ് പറയുന്ന കേട്ടോളി, ആദ്യം ഒന്ന് പറയും പിന്നൊന്ന് പറയും. അതൊക്കെ പണ്ട് മുതലേ ഞങ്ങൾ കേൾക്കാൻ തുടങ്ങിയതാണ് കേട്ടോ. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് എന്താ കേട്ടെന്നറിയോ? കാന്തപുരം പേരോടും തെറ്റാണ്, അങ്ങനെ കേട്ടിരുന്ന ഒരു കാലത്ത്. ആ ജാതി വിടലുകൾ എന്നാണ് അതിനെ കുറിച്ച് പറയാനുള്ളത്. അത്തരം പറച്ചിലുകൾ അല്ലെങ്കിൽ ഉമ്മാക്കി കാണിച്ച് ഞങ്ങളെ പരാജയപ്പെടുത്താനോ താജുൽ ഉലമയുടെയും ശൈഖുനാ കാന്തപുരം ഉസ്താദിന്റെയും നേതൃത്വത്തിലുള്ള ഈ സമൂഹത്തെ നോവിക്കാനോ നിങ്ങൾക്കാർക്കും സാധ്യമല്ല. ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ഞങ്ങളെ ഇളക്കാൻ കഴിയുന്നവർ ഇന്ന് ലോകത്ത് ജീവിച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾ നിങ്ങളെ സംഘടന പോലെ ഞങ്ങളെ മനസ്സിലാക്കരുത്, ഇത് സെറ്റപ്പുള്ള സംഘടനയാണെന്ന് മനസ്സിലാക്കണം. ഇത് ഞാനൊരു തെർത്തീബിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ അതിന് വേണ്ടിയിട്ടാണ്.
ഇത് ഓന് കാന്തപുരം വിഭാഗത്തിലായിരുന്ന സമയത്ത് പ്രസംഗിച്ചതാണ്. ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെയാണ്, ഇതിനെ തകർക്കാൻ ലോകത്തൊരു ശക്തിക്കും കഴിയൂല. ലോകത്തൊരു ശക്തി, അത് എവിടെ ചെന്നാലും പറയുന്ന ഒരു ഡയലോഗാണ് അവൻ കേട്ടോ. ലോകത്തൊരു ശക്തിക്കും കഴിയൂല എന്ന് പ്രസംഗിച്ചു. അത് കാന്തപുരം വിഭാഗത്തിലായിരുന്ന സമയത്ത്. ഇപ്പം ഈ മറ്റേ കോമാട്ടുചാലിൽ അതൊക്കെ പ്രസംഗിച്ചല്ലോ ആ സമയത്ത്. ഇത് കഴിഞ്ഞിട്ട് നൗഷാദ് ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. അതൊന്ന് കേട്ട് നോക്കുക നമുക്ക്. ഇതിൽ നിന്ന് പിന്നൊന്നങ്ങോട്ട് ചെറുശ്ശേരി ഉസ്താദിനെയും ഹൈദരലി ശിഹാബ് തങ്ങളെയും പരിഹസിക്കാൻ വേണ്ടി പോയിട്ട് അവിടെ വെച്ചിട്ടൊരു അവിടുന്ന് കഴിഞ്ഞിട്ടൊരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. അതൊന്ന് കേട്ട് നോക്കുക നമുക്ക്. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത്, ഈ സമയം വരെ നമ്മൾ പഠിച്ച ഒരുപാട് പാഠങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിയ പാഠം, ഇപ്പോ ഓന് പഠിച്ച പാഠങ്ങളിൽ നിന്ന് ആകെ കിട്ടിയ പാഠം ഓൻ പറയുന്നുണ്ട്. ആദർശ രംഗത്ത് മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായും സമസ്തയുടെ പാതയിലേക്ക് കടന്നു വന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, ഇന്ന് വന്നിരായ കോയക്കുട്ടി ഉസ്താദും വന്നിരായ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ, നമ്മുടെ നേതാക്കളുടെ പിന്നിൽ നിന്നുകൊണ്ട് മുന്നോട്ട് ഗമിച്ചാലല്ലാതെ ആദർശരംഗത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന വലിയ ഒരു യാഥാർത്ഥ്യം അവിടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. ആ മനസ്സിലാക്കുന്നതിൽ നിന്നാണ് നമ്മുടെ ആഖിറവും നമ്മുടെ ദീനും സംരക്ഷിക്കണം. അതിന് തീർച്ചയായും സുന്നത്ത് ജമാഅത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ സമസ്തയുടെ പാതയിൽ മാത്രമേ അതിന് കഴിയൂ എന്ന തിരിച്ചറിവ് അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ നമുക്കുണ്ടാകുന്നത്. ഇത് വളരെ കൃത്യമായി നമ്മൾ പഠിക്കുമ്പോൾ അപ്പുറത്ത് ഇക്കാലം വരെ പറഞ്ഞിരുന്ന അവകാശവാദങ്ങൾ ഒന്നൊന്നായി പൊടിയുന്നത് വളരെ കൃത്യങ്ങള്. സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദും കോയക്കുട്ടി ഉസ്താദും സമസ്തയുടെ പ്രസിഡന്റും സെക്രട്ടറിയുമായി കൊണ്ടിരിക്കുന്ന ഈ സമസ്തയിൽ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം. ആദ്യം പറഞ്ഞത് താജുൽ ഉലമ സയ്യിദ് അബ്ദുർ റഹ്മാൻ അൽ ബുഖാരി തങ്ങളും സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവരുകളും അത് ലോകത്തൊരാൾക്കും തകർക്കാനും സാധിക്കൂല. നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ ഇവൻ്റെ സ്വഭാവങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതും വലിയ രസമുണ്ട്. ഇത് ഈ ചെറുശ്ശേരി ഉസ്താദിനെ പോയിട്ട് കളിയാക്കി. ഇവിടുന്ന് കാന്തപുരം വിഭാഗത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവിടെ ചെന്നു, കൈയൊക്കെ പിടിച്ച് മുത്തി ഒക്കെ നാറ്റി വന്നിട്ട് പിന്നെ അത് അപ്പം പറഞ്ഞതാ. ചെറുശ്ശേരി ഉസ്താദിൻ്റെ കൈയൊക്കെ പിടിച്ച് നാറ്റിക്കാണ്ട് പറഞ്ഞ പ്രസംഗമാണ് ഇപ്പം ഈ കേട്ടത്. ഇത് കഴിഞ്ഞുകാണ്ട് വന്നുകാണ്ട് പ്രസംഗിച്ചൊരു പ്രസംഗമുണ്ട്. അതൊന്ന് കേട്ടു നോക്കുക. എന്നിട്ട് എന്താ പറയുന്നു? ഞാനത് ആവർത്തിച്ച് പറയുന്നു, ആ സീഡിയെയോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന എന്തുണ്ടെങ്കിലും അതൊന്നും നമ്മൾ ന്യായീകരിക്കുന്നില്ല. ഇത്തരം സാഹചര്യത്തിൽ പെട്ടുപോയ അബദ്ധങ്ങളിൽ നിന്ന് ഉണ്ടായ ഏറ്റവും വലിയ അബദ്ധങ്ങളാണ് എന്ന് മനസ്സിലാക്കി എങ്ങനെയാണോ നേരത്തെ ഉണ്ടായിരുന്നത് അതുപോലെ താജുൽ ഉലമയുടെയും ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ ഉസ്താദ് അവരുടെയും വിശിഷ്യ സുലൈമാൻ ഉസ്താദും ഉമ്മ ഉസ്താദും പേരോട് ഉസ്താദും അടക്കമുള്ള നമ്മുടെ സംഘടനകളുടെ നിർദ്ദേശമനുസരിച്ച് തന്നെ ജീവിക്കുമെന്ന് ഇവിടെ പ്രത്യേകമായി. എങ്ങനെ കേട്ടില്ല നിങ്ങൾ? ഇനി താജുൽ ഉലമയുടെയും AP ഉസ്താദിൻ്റെയും പൊന്മള ഉസ്താദിൻ്റെയും പേരോട് ഉസ്താദിൻ്റെയും ഒക്കെ സുലൈമാൻ ഉസ്താദിൻ്റെയും ഒക്കെ കീഴിൽ തന്നെ നിന്ന് പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തു. അല്ലോ പ്രതിജ്ഞ എടുത്തു. ബാക്കിയും കൂടി അവൻ പറയട്ടെ. മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ വലിയ പണ്ഡിതന്മാർ ഇവിടെ സ്ഥാപിച്ച മഹത്തായ പണ്ഡിത സഭയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്നത്. അതിലൊന്നും ഞങ്ങൾക്ക് ആർക്കും തർക്കമല്ല, സംശയമല്ല. ബാക്കി പറയുന്നല്ലോ. ധാരാളം പണ്ഡിതന്മാരിലൂടെ ആ സംഘടന അല്ലെങ്കിൽ ആ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കുകയും ഇന്ന് ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അവറുകൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. മഹാനായ സുൽത്താനുൽ ഉലമ ശൈഖുനാ ഉസ്താദ് അവറുകൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ആ മഹാരഥന്മാരും പണ്ഡിതന്മാരും അതിന്റെ നേതൃത്വം വഹിച്ച് സമൂഹത്തിന് മാർഗദർശനം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ഖിയാമത്ത് നാൾ വരെ ഈ പരമ്പര ഇവിടെ നിലനിൽക്കുകയും അള്ളാഹു തന്നെ അത് സംരക്ഷിക്കുകയും ചെയ്യും. അതിൽ യാതൊരു തർക്കം. ഇത് പറഞ്ഞത് വലിയൊരു പോയിന്റാ. ഇത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കുകയും ചെയ്യും. അള്ളാഹു അതിന് പരിപൂർണ പ്രൊട്ടക്ഷൻ കൊടുക്കുകയും ചെയ്യും. സംരക്ഷണം അള്ളാഹു നൽകുകയും ചെയ്യും. അതിൽ യാതൊരു തർക്കവുമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, കേട്ടില്ല നിങ്ങൾ?
കോമാട്ടുചാലിൽ അദ്ദു കർണാടകയിൽ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വന്ന് ഇവിടെ പുറത്തോട്ട് വന്നുകാണ്ട് ഇവിടെ വലിയൊരു വിപ്ലവത്തിലേക്ക് കയറി വന്ന് കാന്തപുരം വിഭാഗത്തിൽ കയറി വന്ന് പലയിടത്തും ദ്വാ ചെയ്യാനും പ്രസംഗിക്കാനൊക്കെ ഉണ്ടായി. അവിടെ കാന്തപുരം ഉസ്താദിനെയും താജുലുലമയെയും സുന്നത്തമായത്ത് നോക്കാൻ വേണ്ടിക്കൊണ്ട് മടവൂര് ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് പിന്നെ ഇവരുടെ കോപ്രാട്ടിത്തരം കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ മദീനത്തില്ല, 1500 കിലോമീറ്റർ ദൂരത്താണ്. അതുപോലെ ഏതെങ്കിലും മഖബറിലേക്ക് ഈ കോമാട്ടുചാലിൽ അദ്ദൂരപ്പണ് ചെല്ലുകാണിച്ച വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി അഞ്ഞിങ്ങോട്ട് പോരിയും എന്തേ മടവൂർ അവിടുന്ന് പോയിക്കണം മദീനത്തേക്ക് പോയി, അല്ലെങ്കിൽ ഇബ്രാഹിം ബാദുഷ മദീനത്തേക്ക് പോയി, ഇനി നമ്മളവിടെ സിയാറത്ത് ചെയ്തിട്ട് കാര്യമില്ല, പോകുമ്പോൾ ഞാൻ വന്നും പാട് ഇന്നെ കണ്ടുകാണ്ട് സലാം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഇങ്ങോട്ട് പോരി, ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഒപ്പമുള്ള ആളുകളെ പറ്റിച്ചിട്ടും വഞ്ചിച്ചിട്ടും ആയപ്പോൾ ഇതൊരു കോപ്രാട്ടിത്തരം കണ്ടപ്പോൾ ഔലിയ കെട്ടണത് കണ്ടപ്പോൾ സമസ്ത എന്ത് ചെയ്തു? എടുത്തങ്ങോട്ട് എറിഞ്ഞു. അതാ സംഭവിച്ചത്. അതങ്ങ് സംഭവിച്ചു. അങ്ങനെ അപ്പം അതിനോടൊപ്പം എന്ത് ചെയ്തു? നൗഷാദും എന്ത് ചെയ്തു? അങ്ങോട്ട് പോയി. അതിനോടൊപ്പം നൗഷാദും പോയി. ഇവരൊക്കെ പറയുന്നത് ആരെ അറിയോ? മഹാനായ പേരോട് ഉസ്താദാണ് ഈ സംഘടനയിലേക്ക് പിന്നെ കുത്തിത്തിരിപ്പ് ആര് കൊടുന്നാലും ആ തീരുമാനത്തെ തീരുമാനിക്കൽ മഹാനായ പേരോട് ഉസ്താദാ. ആ പേരോട് അങ്ങനെയാണ്, ഇന്നും അങ്ങനെ തന്നെയാണ്. പേരോട് ഉസ്താദ് എന്ന് പറഞ്ഞ ഒരു നെടുന്തൂണാണ്, അതിൽ യാതൊരു തർക്കമല്ല. ആ പേരോട് ഉസ്താദിനൊക്കെ പമ്പേഴ്സ് ആദ്യ കാലഘട്ടത്തിൽ പറയണമെന്ന് കേട്ടോക്കാണ് നിങ്ങൾ. അത് കേട്ടോക്കാണ്. പമ്പേഴ്സ് ഒന്ന് പറഞ്ഞു കൊടുത്താ ഇയാളിങ്ങനെ വെല്ലുവിളി. മുമ്പ് ഇയാൾ കുറ്റാണിയിൽ പോയിട്ട് വെല്ലുവിളിച്ച് പേരോട് ഉസ്താദിനെ എങ്ങനെ അബുദാബിയിലേക്ക് പോരാൻ പേരോട് തയ്യാറാണോ? ടിക്കറ്റ് ഫ്രീ, വിസ ഫ്രീ, പാസ്പോർട്ടും ഫ്രീ ആണ്. ഇയാൾക്കൊരു കാര്യമില്ല. ഇയാൾ തൊള്ളയിട്ടൊക്കെ പറയും പാസ്പോർട്ട് എങ്ങനെ ഇയാൾ ഫ്രീ എടുക്കരുത് എന്തിനാണ് പറയാം? വിസ ഫ്രീ, പാസ്പോർട്ട് ഒക്കെ ഫ്രീ. പേരോട് തയ്യാറുണ്ടോ പോരാൻ? വെല്ലുവിളി കേട്ട് ജനിച്ചാളാ പേരോട്. എങ്ങനെയുണ്ട്? വെല്ലുവിളി കേട്ട് ജനിച്ച ആളാണ് പേരോട് ഉസ്താദ്. ആരാ പറയണേ? നമ്മളെ പമ്പേഴ്സ്. ബാക്കി പറയട്ടെ. ബാബാമുദ്ദീൻ കുത്തുബായി ഒന്നാണ് ചെറുപ്പത്തിൽ തന്നെ ഗണ്ണൻ കാണായിട്ട് വളർന്ന നേതാവാണ്. അല്ലാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ബാവാമുദുവിന് കുത്തുബായി വന്നോവർ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് വരെ പാടിയിട്ടാണ് പേരോട് ഉസ്താദിന് തയ്യാറാക്കുന്നത്. നോക്കി, അതാണ് പേരോട് ഉസ്താദ്. അത് ഏത് ആൾക്കാർക്കും അറിയാം. പക്ഷെ ഇവരുടെ കള്ളത്തൊരീക്കത്ത് വിജയിപ്പിക്കാൻ വേണ്ടി കൊണ്ട് മൗലാന പേരോട് ഉസ്താദിനെ മകൻ മരിച്ചാലും വേണ്ടില്ല, മരുമകളൊന്ന് കരഞ്ഞു കാണണം എന്നുള്ളതുപോലെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കൊച്ചാക്കി കാണാൻ വേണ്ടിക്കൊണ്ട് കൊച്ചാക്കി കാണിച്ചാലും തിരക്കടില്ല, ഇതൊന്ന് ഒരു എന്തെങ്കിലും ഒന്ന് ആക്കി തീർക്കണം എന്നുള്ള നിലക്കാണ് ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. വല്ലാഹി നിങ്ങളെ കൊണ്ട് സാധിക്കൂല മക്കളെ. അതിന് നിങ്ങളെക്കൊണ്ട് കാന്തപുരം വിഭാഗത്തിനെ തകർപ്പിക്കാൻ നിങ്ങളെക്കൊണ്ട് കഴിയില്ല. നിങ്ങളിലും വലിയ വൻ ശക്തികൾ, വൻ മരങ്ങൾ അറബിയിലായിട്ടും ഹിന്ദിയിലായിട്ടും ഉറുദുവിലായിട്ടും മലയാളത്തിലായിട്ടും ലേഖനങ്ങൾ എഴുതിയിരുന്ന ആളുകളുണ്ടായിരുന്നു. എന്നിട്ട് എന്തേ ആയി? ഒന്നും ആയില്ല. അതൊക്കെ തൂറ്റിപ്പോവുക ചെയ്തത്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതിന് നമുക്കെതിരില്ല. ഈ നാറിയ പണിയിൽ നിന്ന് അണികളെ മാറ്റി നിർത്തിയില്ലെങ്കിൽ വിഡ്ഢിത്തങ്ങൾ പറയുന്ന അവസ്ഥയിൽ ഈ ബിസിനസ്സുമാനും നിയൽവാദിയും നിയന്ത്രിച്ച് ആളുകളെ ഇളക്കിവിട്ട് സോഷ്യൽ മീഡിയയിൽ മശായിഖന്മാർക്കെതിരെ കുതിര കയറുകയാണെങ്കിൽ ഞങ്ങൾ എടുത്തു വച്ച ചില ക്ലിപ്പുകൾ ഞങ്ങൾക്ക് വിടേണ്ടി വരും. ഞാൻ ആമുഖം പറയുന്നതിന് വെച്ചാൽ ഞങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതിൽ അപ്പുറമായിരിക്കും. കേട്ടില്ല നിങ്ങൾ? ഇത്ര നേരം ഓൻ പുകയ്ത്തിയിരുന്ന ഖിയാമത്ത് നാൾ വരെ തകർക്കാൻ പോലും കഴിയില്ല എന്ന് പറഞ്ഞ ആ ഉസ്താദിനെയാണ് നിയൽവാദി, അതുപോലെ ബിസിനസ്മാൻ, എന്തൊക്കെയാണ് അവനെ കൊണ്ട് തൊള്ളയിട്ട് വിളിക്കാൻ കഴിയുന്നത് അതുപോലൊക്കെ വിളിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഓൻ പറയാം, ഇതൊക്കെ അടക്കി നിർത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വലിയ ക്ലിപ്പുകൾ ഞങ്ങളുടെ അടുത്ത് വലിയ ക്ലിപ്പുണ്ട്, ആ ക്ലിപ്പുകളൊക്കെ ഞങ്ങൾ പുറത്ത് വിടും. ഏത് ക്ലിപ്പാണ് കൊണ്ടുവരങ്ങോട്ട് ക്ലിപ്പ് അന്നെ ധൈര്യം ഉണ്ടെങ്കിൽ വെല്ലുവിളിക്കാണ്. ഏത് നിലക്കുള്ള ക്ലിപ്പാണ് വെച്ചാൽ കൊണ്ടുവരിച്ച് ക്ലിപ്പ്. എൻ്റെ ക്ലിപ്പ് ഞങ്ങൾക്ക് പുല്ല് വിലയാണ്, അത് മനസ്സിലാക്കിക്കോ. കാരണം ഞങ്ങൾക്ക് എൻ്റെ ക്ലിപ്പ് ഒന്നുമല്ല. ഇതിലും വലിയ കാന്തപുരം ഉസ്താദ് ബോംബെയിൽ നിന്ന് വേശ്യാലയത്തു നിന്ന് പോന്നിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്
പ്രസംഗിച്ചിരുന്നൊരു കാലുണ്ടായിരുന്നു. ആരെനിക്ക് വർത്താനം, ഞങ്ങളതൊന്നും മറന്നിട്ടില്ല. അതുപോലെ കള്ള് ഞാനാണ് പറഞ്ഞു കൊടുത്തിരുന്നത്. കാന്തപുരത്തിൻ്റെ റൂമിൻ്റെ ബാക്കിൽ പോയി നോക്കിയാൽ കള്ളും കുപ്പി ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ട് നടന്നിരുന്നു. ഞങ്ങളതൊന്നും മറന്നിട്ടില്ല. ഞങ്ങളതൊക്കെ എടുത്ത് ഒഴിവാക്കി വെച്ചതാണ്. മനസ്സിലായോ? അങ്ങനെ സംഘടന പിരിഞ്ഞൊരു കാലുണ്ടായിരുന്നു. എന്നിട്ട് ഒന്നും പറ്റിയിട്ടില്ല. അതെന്താ അറിയിച്ച് അള്ള ഉയർത്തിയതാ. അതെന്താ അറിയിച്ച് മടവൂരിൻ്റെ കറാമത്താ. മടവൂരാണ് ഷെയ്ഖ്. മനസ്സിലായോ? എൻ്റെ മാതിരി കള്ള ഷെയ്ഖായിട്ട് കൊണ്ടെടുക്കല്ല. അത് യഥാർത്ഥത്തിൽ ഉള്ളറിഞ്ഞു കാണ്ട കൽബിൽ നിന്ന് കൽബിലേക്ക് ഇട്ട് കൊടുത്തിരുന്നത്. കൽബിൽ നിന്ന് കൽബിലേക്ക്, എൻ്റെ മാതിരി നാക്കിൽ നിന്ന് കാതിലേക്ക് ഇട്ട് കൊടുക്കുകയല്ല. ഇജ്ജ് പറയണൊക്കെ എന്താണ്? എൻ്റെ നാക്കിൽ നിന്ന് കാതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മഹാനായ മടവൂരിൻ്റെ അങ്ങനല്ല, കൽബിൽ നിന്ന് കൽബിലേക്ക് ഇട്ട് കൊടുക്കുന്നത്.